ഹായ്. ഹായ് ഗുഡ് മോർണിംഗ്. എന്താ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ സൗണ്ട് ഇത്തിരി കുറവാണല്ലോ. തൊണ്ടയിൽ ചെറിയ ആ പ്രശ്നം. തന്നെയാണ്. അല്ലെങ്കിൽ അങ്ങനെയല്ല, മറ്റേ പള്ളിമണി അടിക്കുമ്പോഴാണ് ഗുഡ് മോർണിംഗ്. പള്ളിമണി നല്ലതല്ലമ്മ. ആയിക്കോട്ടെ, എന്നാൽ അങ്ങനെയൊന്നും പറയരുത്. അങ്ങനെയും പറയാൻ പാടില്ലേ? പള്ളിമണി അല്ല അല്ല ഈ പള്ളിമണി ഇങ്ങനെ ഓരോന്ന് പറയൂ. ആ അപ്പൊ പിന്നെ ഇപ്പഴെങ്കിലും ഒന്ന് കരുതിയിരിക്കോ? അല്ല, ഞാൻ നമ്മുടെ പിന്നാലെയല്ലേ നടക്കുന്നുള്ളൂ. അല്ല വഴി കൂടെ പോകണം ആൻറ്റിമാരുടെ പിന്നാമർത്തുന്ന എന്നിട്ട് ഓരോന്ന് പറയില്ല. പിന്നെ ഇത് കിട്ടില്ല എനിക്ക്. നമ്മുടെ പിന്നാമർത്തല്ലേ നടക്കാൻ പറ്റുള്ളൂ. ഇത് ആദ്യം ചേച്ചി പോകണ്ട, അതിൻ്റെ പിന്നാമർത്ത് പോകാൻ പറ്റും എനിക്ക്. അതും പറഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തല്ലേ പോകാൻ പറ്റുള്ളൂ. പിന്നെ അമ്മ പിന്നെ അമ്മ എനിക്ക് കളിക്കാനോ എനിക്ക് സ്നേഹിക്കാനോ വന്നിട്ട് ഒരു അനിയൻ തന്നിട്ടുണ്ടോ? അതിൻ്റെ പിന്നാമർത്ത് പോകാൻ വന്നിട്ട് അതൊന്നും തന്നെ തരാണ്ട്, അതിനൊന്നും തരാണ്ട് ഞങ്ങളെ ദ്രോഹിച്ചിട്ട് രണ്ടാളിനെയും ഇപ്പോൾ വലിയ വർത്തമാനം പറഞ്ഞിട്ട് വന്നിറക്കണം. അതൊന്നും ഉണ്ടെങ്കിൽ അമ്മേനെ ആര് തിരിഞ്ഞു നോക്കും? നമ്മുടെ അടുത്തേക്ക് വരുമോ? പോയി പണി നോക്കാൻ ഞങ്ങൾക്ക് ഇവിടെ പണിയുണ്ട് പറയും. അല്ല പിന്നെ കത്തിച്ചോളൂ. എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കത്തിക്ക. ഞാൻ എന്താ അത്ര വലിയ ആളാ? അതല്ല, സ്റ്റൗ കത്തിക്കിട്ട് അനുവാദം ചോദിച്ചു വരെ കത്തിക്ക. എൻ്റെ ഭഗവാനെ, ഞാൻ എവിടെ എത്തി? അങ്ങനെ ഞാനെന്താ വിചാരിച്ചറിയോ? പക്ഷെ ഞാൻ എന്താ വിചാരിച്ചറിയോ? അമ്മക്ക് ഇത്രയ്ക്ക് പോകുമ്പോൾ എന്നോട് സ്റ്റൗ കത്തിക്കട്ടെ. സാധാരണ കാരണന്മാരോട് ചോദിച്ചിട്ട് നല്ല കാര്യം ചെയ്യും പറയുമ്പോൾ എന്നോട് ചോദിച്ചിട്ട് സ്റ്റൗ കത്തിക്കരുത്. ഓ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ. അതെ അതെ, ഒരു മിനിറ്റ്. റൈസ് എല്ലാവരും കഴുകിയിട്ട് തന്നെ വെക്കുക. അതിപ്പോ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിന്നോട് ഞാൻ പറഞ്ഞില്ല, നീ വെറുതെ ക്യാമറ മാത്രം ക്യാമറമാൻ അതാണ്. അല്ലാണ്ട് പിന്നെ ആ പാത്രത്തിൽ നിന്ന് അങ്ങനെ അങ്ങനെ റൈസ് എടുത്തിട്ട് ആരെങ്കിലും വെക്കോ? ക്യാമറമാൻ അതൊന്നും പറഞ്ഞില്ല. ഇത് എന്താണ്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ബീൻസ്, ഈ മൂന്നെണ്ണം. എന്താ അമ്മയുടെ ഉരുളക്കിഴങ്ങിന് മാത്രം എത്ര വെള്ള നിറം? അത് കഴുകി വൃത്തിയാക്കുമ്പോ അങ്ങനെ. അമ്മയുടെ കഴുകൽ വല്ലാത്ത കഴുകലാണ് തോന്നുന്നുണ്ട്. ഉജാരയുടെ പരസ്യം പോലെ ഉണ്ട്. അത് വേണമെങ്കിൽ 3 എടുക്കായിരുന്നു. സബോള, 1.5 സബോള, ഒരു 4 പച്ചമുളക്, പിന്നെ മല്ലിയില, പുതിന. അത് മെല്ലിയില അല്ല, മല്ലിയില. പിന്നെ എന്റെ കന്നടക്കാരി, അത് മെല്ലിയില അല്ല കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി. ഇത് ഗരം മസാല. എവിടെ ഗരം മസാല? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഗരം മസാല. പിന്നെ ഇത്തിരി മുളക് പൊടി, ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി വേണമെങ്കിൽ ചെറിയൊരു പൊടി എടുത്തിട്ട് ആ മുളക് പൊടി ഇത്തിരി എടുത്തിട്ട് വേണമെങ്കിൽ നമ്മുടെ ആ മുളക് പൊടി വേണമെങ്കിൽ ഇത്തിരി തൂളിക്ക വേണമെങ്കിൽ കണ്ടൊരു ചുവന്ന നിറം വരും. ഇത് ഞാൻ ആദ്യം ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട്. എന്നാലും ഇന്നിപ്പോ ഉണ്ണി കറി ഇങ്ങനെ ഒക്കെ വെക്കണ്ടേ. അപ്പൊ എന്താ പിന്നെ രാവിലത്തെ പരിപാടി. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഫുഡുകളൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് റൊട്ടി. അപ്പൊ റൊട്ടിക്ക് ഇത്തിരി നേരം നിൽക്കേണ്ടി വരുമല്ലോ. അത് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ വിചാരിച്ചു ഈ വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കിയിട്ട് ഒരു ഇതുണ്ടാക്കിയാൽ മതി, സലാഡ് ഉണ്ടാക്കിയാൽ മതി. ഈ അമ്മ ഈ കോളിഫ്ലവറും കൊണ്ട് ഒരു ചിക്കൻ പോലെ ഒരു സംഭവം ഉണ്ടാക്കില്ലേ? അതിനെന്താ വിളിക്കുക? കോളിഫ്ലവർ ഇങ്ങനെ നമ്മുടെ ചിക്കൻ ചില്ലി പോലെ ഉണ്ടാക്കില്ലേ? എന്താണ് അതിനെ പറയാ? ഗോബി മഞ്ചൂരിയാണ് അത്. ഈ സംഭവത്തിനെ ഇത് കാണുമ്പോൾ, ഈ ബിരിയാണി റൈസ് കാണുമ്പോഴേ നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിലൊരു കുട്ടിയുടെ 28ആയിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ക്ഷണിക്കുമ്പോൾ നെയ്ച്ചോറ്. അപ്പോൾ നെയ്ച്ചോറ് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഈ ഗോബി മഞ്ചൂരി ഇങ്ങനെ ഇട്ടുകൊണ്ടുണ്ട്. അപ്പോൾ അവിടെ നിൽക്കണ ഞങ്ങടി അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ ഉദ്ദേശം തരും ചിക്കനും നെയ്ച്ചോറാണെന്നാണ്. പക്ഷെ കഴിക്കുമ്പോഴാണ് മനസ്സിലായത് ഗോബി മഞ്ചൂരിയാണ്. മനസ്സിലായില്ലേ? ഉരുളക്കിഴങ്ങും ബീൻസും ക്യാരറ്റാണ്. പിന്നെ പച്ചക്കറികൾ എന്നാ വല്ല കായ്ക്കൊക്കെ ഇടാൻ പറ്റുമവര്? എന്നാ ശരി, കായ ഇടാൻ പറ്റുമവര്? എന്ത് പച്ചക്കറിയാണ് അത് പറയൂ. പച്ചക്കറിയൊക്കെ ഇടാന്ന് പറഞ്ഞാൽ മത്തങ്ങ ഇടാൻ പറ്റോ? കുമ്പളങ്ങ ഇടാൻ പറ്റോ? എണ്ണയും നെയ്യും കൂടി ഇട്ടാണ്, രണ്ടും കൂടി. ഗോൾഡ് വിന്നറും. അപ്പൊ എന്താ പറയണ്ടറിയോ? അപ്പൊ എന്താ പറയണ്ടെന്നറിയോ? ഇന്ന പച്ചക്കറി ഇടാം. അല്ലാണ്ട് പച്ചക്കറി എന്ത് വേണമെന്ന് ഇടാന്ന് പറഞ്ഞാൽ പിന്നെ മത്തങ്ങ, കയ്പയ്ക്ക, പടവലങ്ങയൊക്കെ ഇടാൻ പറ്റുമവര്? ഇന്ന് എന്താണ് അമ്മ ചന്ദനക്കൂര ഇടാനിരിക്കണേ? എന്താണ് പൊട്ട് കുത്താണ്ടിരുന്നത്? പൊട്ടൊന്നും കുത്താൻ പറ്റില്ല ഈ ചൂടത്ത്.
അതല്ല എന്താണ് സിന്ദൂരിട്ടുണ്ടല്ലോ എന്താണ് തട്ട് പിന്നാമ്പുറത്തിട്ട് തട്ട് ഇത്തിരി മുന്നിലിക്കിടായിരുന്നല്ലോ. അതൊക്കെ പോയതാ. ബാക്കിലേക്ക് പോയതാ. കുട്ടിയൊക്കെ നമ്മുടെ 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 തലയിൽ ആ തോർത്തനും കൂടി നിൽക്കാൻ ഇഷ്ടമല്ലേ, കാരണം ബുദ്ധിയില്ലാത്ത മണ്ടയുടെ വന്നിട്ടാണ് പിന്നാക്കം പോയിരിക്കണത്. ഓടാ എന്തെങ്കിലും ആവട്ടെ. ഞാനേ റൊട്ടി ഉണ്ടാക്കിയിട്ട് ആകെ വേർത്ത് കുളിച്ച് നിൽക്കുകയാണെങ്കിൽ അപ്പൊ ഈ പണി ഇതൊക്കെ കാണുമ്പോ ആൾക്കാർ വിചാരിക്കും ഈ അമ്പുമ്മ കാണും പോലെ ഒന്നും അല്ല കേട്ടോ, അത് ഭയങ്കര സാധനമാണ് വിചാരിക്കും കേട്ടോ. അല്ല ഞാൻ ഇത്രയും പണി എടുത്തിട്ട് അതൊക്കെ കഴിച്ചു വെച്ചിട്ട് ഞാൻ പറയട്ടെ, എന്താണ് ചന്ദനക്കുറി ഇടാൻ അല്ല ചന്ദനക്കുറി ഇട്ട് അത് വേർത്തൊലിച്ചിട്ട് നെറ്റിയിൽ ഇട്ടത് മൂക്കിലേക്ക് ആവും. നന്നായി. ഇന്നാള് വീഡിയോ പിടിക്കുമ്പോ അമ്മ ചന്ദനക്കുറി ഇങ്ങനെ ഒലിച്ചൊലിച്ച് മൂക്കുന്ന് ചാടി വായന്റെ അടുത്തൊക്കെ എത്തുണ്ടായിരുന്നു. ചോദിച്ചതാണ്. അതുപോലെ അല്ല അമ്മ ഭയങ്കര ഭക്തരാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണോ ഭംഗിക്ക് വേണ്ടിയിട്ടാണോ ചന്ദനക്കുറി ഇടുന്നത്? അല്ല ഞാൻ ചോദിച്ചതല്ല. അല്ല ഞാൻ ചോദിച്ചത് ഈ ചന്ദനക്കുരി അമ്മ ഇടുന്നത് ഭംഗിക്ക് വേണ്ടിയിട്ടാണോ ഭക്തിക്ക് വേണ്ടിയിട്ടാണോ? അത് ഏതിനാണ് പ്രാധാന്യം? അവിടെ നിന്ന് എടുത്തിടുകയാണെങ്കിൽ അത് ഭക്തിക്ക് വേണ്ടിയിട്ട്, അതിനെടുത്തിട്ട് വന്ന് കണ്ണാടിയുടെ മുമ്പത്ത് വന്നിടുകയാണെങ്കിൽ ഭംഗിക്ക് വേണ്ടിയിട്ട്. മനസ്സിലായില്ല? അങ്ങനെ രണ്ട് രീതിയിൽ ചന്ദനക്കുരി ഇടാട്ടാ. ചോദിച്ചു മനസ്സിലാക്കി. ഇത് സവോള എണ്ണയിലിട്ടിട്ട് വരട്ടുക. എന്ത് വാഴയ്ക്ക? അതൊക്കെ പറയണെങ്കിൽ ഞാൻ പള്ളിക്കൂടത്ത് ആദ്യം തൊട്ട് കൊണ്ടുവരും. എന്താക്കുന്നു കുന്തം. കുന്തം എന്ന് പറയുന്നത് ബാഡ് വേർഡ്സ് ആണ് കേട്ടോ. പറയരുത്. അല്ലമ്മ ഈ കുന്തെന്ന് പറഞ്ഞ നീളത്തിൽ ഇങ്ങനെ ഇങ്ങനെ ചില ആൾക്കാരൊക്കെ കമ്പ് അതല്ലേ? പിന്നെ ഈ സാധനം പോയതിനാണ് കുടത്തിൽ തപ്പണം പറയണത്. കുന്തം പോയ കുടത്തിൽ തപ്പണം. അല്ല ഇത്ര നീളമല്ല കുന്തത്തിന് ആരമ്മ കൊണ്ടുപോയി കുടത്തിലിടാൻ പറ്റിയ. അപ്പൊ ഈ കാരണന്മാർക്ക് ഇങ്ങനെ വേണ്ടാത്ത എന്ത് വേണമെങ്കിലും പറയാലോ. കാരന്മാർക്ക് എവിടെ ആവാന്ന് പറയാൻ പോലെയാണ് അല്ലമ്മ. അല്ലെങ്കിൽ കുന്തം പോയ എങ്ങനെയാ കുടത്തിൽ തെറിയേ? എത്ര പഴഞ്ചൊല്ല് നമ്മൾ വെറുതെ വിഡ്ഢികളാക്കാൻ വേണ്ടി പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലേ. പിന്നെ ഇതേപോലെ പഴയൊരു പഴഞ്ചൊല്ല് വേറെയും കൂടെ ഇട്ട്, പൂച്ച കുറുക്കെ പോയാൽ എന്താ പോകാൻ പാടില്ല എന്ന് പറയില്ലേ, കടക്കാൻ പാടില്ല എന്ന് പറയില്ലേ. പിന്നെ അപ്പുറത്തെ വീട്ടിലെ പൂച്ചയ്ക്ക് അപ്പുറത്ത് വരും എന്താ മോരും ചോറാണെങ്കിൽ ഇപ്പുറത്തെ വീട്ടിലെ മീൻ തിന്നാതെ വരില്ലേ. അതിന് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അധികാരമുള്ളത്? ഇനി അത് പോയെന്ന് പറഞ്ഞാ ഇതിനും കൂടി ഒരു ശ്രദ്ധിക്കട്ടെ. ഇതിപ്പോ ഞാൻ ഉണ്ടാക്കിയതാണെങ്കിലും ഒന്ന് കണ്ടോട്ടെ. എന്തായാലും ഇന്നത് ഉണ്ടാക്കണ കാരണം കാണിച്ചതാണ്. ഞാനത് കാണിക്കുന്നത് എന്താ അറിയോ, അവർക്ക് എന്നെ കാണണം, എനിക്ക് അവരും കാണാലോ. പിന്നെ അവരെ കാണാൻ പറ്റിയ മെസ്സേജിലൂടെ അറിയാലോ. അതെ ഇത്രയും വേർത്ത് പിടിച്ചിട്ട് എന്താണെങ്കിലും നമ്മളിവിടെ വന്ന് നിന്നിട്ട് അവരെ കണ്ടേ കാണും. പിന്നെ കാണണ്ടേ. പിന്നെ തക്കാളി അത് സവോള ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു, തക്കാളി ഇട്ടു. അധികം വെളുത്തുള്ളി ഇത് എന്നോ അമ്മ ഇത്തിരി കാണിച്ചിട്ടുണ്ട്. പിന്നെ പച്ചക്കറി ഇട്ടു. ഈ പച്ചക്കറി ഇട്ടാലല്ലേ സന്തനം കുറച്ച് കഴിക്കുള്ളൂ. ഇത് വെജ് റൈസ് ഉണ്ടല്ലോ. വെജ് റൈസ് എന്താ ഒന്നും കൂട്ടാത്ത പിള്ളേരല്ലേ ഇതിന്റെ പോലെ കുട്ടികളൊക്കെ ഈ ചട്ടിയാണ്. ആയിക്കോട്ടെ. അപ്പൊ അവർക്കൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോ എണ്ണ കഴിക്കുമല്ലോ, ഒന്നും എടുത്ത് കളയാൻ പറ്റില്ലല്ലോ. ഒരിക്കലും പറ്റില്ല. ഇതില് ഞാൻ കളയുന്ന ഒരു ഇതും ഇല്ല. ഇതിലൊരു കുറവുണ്ട് ഗ്രീൻ പീസിന്റെ. ഉടക്ക ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നലെ ഇത് വെക്കണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാനത് എന്തിനാ ഉണക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല ഉണക്ക വെള്ളത്തിലിടണ്ടേ, നനച്ച് വെക്കണ്ടേ, വേവിച്ച് വെക്കണം, കുതിർത്തി വെക്കണ്ടേ. അങ്ങനെ എന്റെ മലയാളം തന്നെ നീ അല്ലെങ്കിലേ എനിക്ക് നല്ല മലയാളം അറിയില്ല. അതിന്റെ നീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാം കൂട്ടോ. ഇപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായല്ലോ. ഇത്രയും ദിവസം അമ്മ പറഞ്ഞാൽ നല്ല മലയാളം അല്ല എന്നുള്ളത്. എന്നെക്കാളും മുമ്പ് ജനിച്ച അമ്മയ്ക്ക് നല്ല മലയാളം അറിയില്ല. അതിന് ശേഷം ജനിച്ച എനിക്ക് എത്ര നല്ല മലയാളം അറിയാം നോക്ക്. കുറച്ച് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്. അത് ഇതിലൊരു പ്രത്യേകതയാണല്ലോ, ലാസ്റ്റ് അത് നമ്മൾ ഇടണമല്ലോ. ഇതിൽ പുതിനയാണോ കൂടുതൽ വേണ്ടത്, മല്ലിയിലയാണോ കൂടുതൽ വേണ്ടത്? ഞാനങ്ങനെ ഇല്ല.
കൂടുതലും അങ്ങനെയുണ്ട്. ഈ രണ്ടും സമം എന്ന് പറഞ്ഞ പാകത്തിനാണെന്നാണോ? ഗരം മസാല അല്ലെ സമം എന്ന് പറഞ്ഞ ഇവിടുത്തെ ഭാഷ തന്നെയാണോ? അത് എവിടുത്തെ ഒരു ഭാഷ. രണ്ടും ഒരേപോലെ ഇടുക എന്നാണോ ഉദ്ദേശിച്ചത്? ഗരം മസാല നമ്മുടെ ആവശ്യത്തിന് ഇടും. അറിയാലോ, അതെല്ലാവർക്കും അറിയാം. അതിലെത്ര അരിയും സാധനങ്ങളൊക്കെ ഇരിക്കും അതിനനുസരിച്ച്. പക്ഷെ എനിക്കറിയില്ല, എനിക്ക് പറഞ്ഞു. പിന്നെ മുളക് പൊടി ഇത് അങ്ങനെ എടുത്തൊരു പ്ലേറ്റ്. ഇത്ര മല്ലിപ്പൊടി. ഇപ്പം ഈ സാധനം മല്ലിപ്പൊടി അത് മനസ്സിലായി. ഇപ്പം ഈ സാധനം അങ്ങനെ എടുത്തിട്ട് കുറച്ചുകൂടെ വേവിച്ചിട്ട് നമ്മൾ പ്ലേറ്റിലായി കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇതോ ആ ഇതെന്താ നന്നായിട്ടൊക്കെ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഇനി ഉപ്പിടാം. ഉപ്പ് ആവശ്യത്തിന് ചോറ് അരിക്കും കൂടി വേണ്ടേ? അതിൽ ഉപ്പ് വേറെ ഇടാം നമ്മൾ? അതല്ല, ഇതെല്ലാം ഒരുമിച്ചാണ്. അതന്നെ, അരിക്കും കൂടി വേണ്ടതെന്ന് പറഞ്ഞാൽ അരിക്കും കൂടി പാകത്തിനുള്ളതാണ് ഇട്ടതെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഓ എൻ്റെ അമ്മ നമ്മുടെ മലയാളി. ഇത് 2 നാഴി അരി. ഈ അരി ഇടുമ്പോൾ മാത്രം എന്താ എല്ലാവരും ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ചിരണ്ടി ഇട്ടാണ്? എത്ര കാലമായി, എത്ര കാലം മോഡേണായി, പക്ഷെ ഇതിലൊരു മാറ്റം സംഭവിച്ചില്ല. കണ്ടോ, ചിലതിൽ മാറ്റം സംഭവിക്കത്തില്ല. മനസ്സിലായില്ലേ? ഇപ്പം നമുക്ക് മനസ്സിലായ ചിലതിന് മാറ്റം സംഭവിക്കില്ല. മനസ്സിലായി. മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് അതിനൊരു വ്യാഖ്യാനം എന്താണ്? ഞാൻ ആ പൂച്ചയുടെ വ്യാഖ്യാനം നമുക്ക് പറഞ്ഞു തന്നില്ലല്ലോ. ശരിക്കും പറയാണ്. ഇന്നത് കഴിഞ്ഞിട്ട് പറയാം. ഇതൊന്ന് മിക്സ് ആവണം, തെറ്റട്ടെ. വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് 2 ചിക്കൻ കഷ്ണമൊക്കെ ഇടാം. പക്ഷേ ഇതിനാവശ്യമില്ല. ഇത് ചിക്കൻ കഷ്ണമല്ല, മട്ടനിൻ്റെ കിട്ടി. 2 കഷ്ണം എല്ലോട് കൂടിയുള്ള മട്ടൻ മതി. അത് 2 കഷ്ണം ഇട്ട് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റാണ്. കൂട്ടുന്നവർക്ക് കിട്ടാം. അതായത് നോൺ വെജ് കഴിക്കുന്നവർക്ക് 2 കഷ്ണം മട്ടൻ കിട്ടാം. വെജിറ്റബിൾ റൈസിന് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ ഒപ്പം 2 കഷ്ണം എല്ല് എടുത്തശ പോകുന്ന 2 എല്ലോട് കൂടിയുള്ളത് ഇട്ടാൽ മതി. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വെള്ളം വെള്ളം അളന്ന് വെച്ചതാണ്. അതുകൊണ്ട് വേണം. ഇതെല്ലാത്തിനും മിക്സ് ആകുമ്പോൾ റൈസിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലമ്മ. നല്ല മണമാണ് അതിന്. ശരിക്കും എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും നുണ പറയുന്നല്ല കേട്ടോ, നുണയെന്ന് വിചാരിക്കരുത്. ബിരിയാണിനെ കണ്ട ഇഷ്ടം വെജിറ്റബിൾ ബിരിയാണിയാണ്. റൈസ് കേട്ടോ, റൈസ് ഇതാണ് ഇഷ്ടം. അതെ, പെട്ടെന്ന് ഉണ്ടാക്കും ചെയ്യാം. ഇതൊക്കെ അരിഞ്ഞു വെക്കണൊക്കെ ഒരു പണിയാണ്. അത്രേ ഉള്ളൂ. അത് ഞാൻ അരിഞ്ഞ് തന്നാൽ പിന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കും ചെയ്യാം. പെട്ടെന്ന് ഉണ്ടാക്കാം. അതെന്താ പറ്റില്ലേമ്മ? അരിയൊക്കെ നന്നായിട്ട് അരിയും, സബോളയൊക്കെ നന്നായിട്ട് അരിയും. പക്ഷെ വായലിനാക്കാണ് സഹിക്കാൻ പറ്റാത്തത്. അരിയണ സമയത്ത് നമുക്ക് എവിടെയെങ്കിലും പോയി ഇരിക്കാൻ പറ്റുമോ? അരിഞ്ഞുകൊണ്ടിരിക്കണ എൻ്റെ അടുത്ത് തന്നെ വന്നിരിക്കേണ്ടി വരും. അല്ല, ഈ പൂച്ചയുടെ കാര്യം പറഞ്ഞില്ല. പൂച്ച ഇങ്ങനെ കുറുകെ പോയാൽ പണ്ടത്തെ ആൾക്കാരുടെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചോ എന്ന് എനിക്കൊരു സംശയം കൊണ്ട് ചോദിക്കുകയാണ്. പൂച്ച കുറുകെ പോയാൽ കിടക്കരുത് വന്നൊരു അമ്മ പറയില്ലേ, എടാ പൂച്ച പോയിട്ട് അവിടെ നിൽക്കടാ, അവിടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പോടാൻ. അപ്പം എനിക്കും അറിയില്ല. എല്ലാവരും പഴയ ആൾക്കാരൊക്കെ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മയോ കാരണന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അത് കേട്ടിട്ട് നമ്മളും അതുപോലെ പറയുക. ഇന്നാളെ ഞാൻ പോകുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്നൊരു പൂച്ച ഇപ്പുറത്തെ വീട്ടിലേക്ക് പോകണ്ടായിരുന്നില്ലേ? അപ്പോൾ അമ്മ പോണ്ടാന്ന് പറഞ്ഞില്ലേ? പോണ്ടാന്ന് അമ്മ പറയണത് എന്തോ പൂച്ചയ്ക്ക് ഇപ്പോൾ ഭാഷ മനസ്സിലാവേണ്ട പൂച്ചകൾക്ക് ഇപ്പോൾ അത് നിന്നിട്ടൊരു നോട്ടം അങ്ങനെ നോക്കി ആ വീട്ടിലേക്ക് കടന്നിട്ട് ആമാ അതിങ്ങനെ പോയി അവിടെ നിൽക്ക് ഇപ്പോൾ പോണ്ട, പൂച്ച അങ്ങോട്ട് പോയിട്ടുണ്ട് പറഞ്ഞില്ലേ? അപ്പോൾ ഞാൻ വണ്ടി നിന്നിട്ട് അമ്മേനെ ഇങ്ങനെ നോക്കിയില്ല. എൻ്റെ അമ്മയെ നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു പറഞ്ഞിട്ട് എന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് ആ പൂച്ചേൻ്റെ പകുതി വഴിക്ക് വീണ്ടും തിരിച്ചു വന്നു. വീണ്ടും തിരിച്ചു വന്നിട്ട് മുഖത്തിലൊരു ജാതി ഗോഷ്ടി കാണിച്ചു. ഇങ്ങനെ ജഗതി ശ്രീകുമാർ കാണിക്കില്ല, പൊട്ടാന്ന് പറഞ്ഞിട്ട്. ഞാൻ കണ്ടു, ഞാനല്ലേ വഴി കൂടെ പോണത്. അപ്പം അങ്ങനെ കാണിച്ചിട്ട് പോയി. അത് പറഞ്ഞത് എനിക്ക് ഇത്തിരി മനസ്സിലായി അതിൻ്റെ ഭാഷ, കാരണം മുഖഭാവത്തിൽ മനസ്സിലാവും. ഇപ്പോൾ ഈ ചില വലിയ നടന്മാരൊക്കെ സംസാരം ഇല്ലാണ്ട് മുഖത്ത് തന്നെ അഭിനയിച്ച് കാണിക്കും പറയില്ലേ? അതുപോലെ ഒരു കലാകാരനായിരുന്നു ആ പൂച്ച. കഴിഞ്ഞ ജന്മത്തെ ഏതോ ഒരു വലിയൊരു പണ്ഡിതനായിരിക്കും. ആ പൂച്ച അവിടെ നിന്നിട്ട് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞാന്തറിയോ, സംസാരിക്കാണ്ട് മുഖം കൊണ്ട് ഗോഷ്ടി കാണിച്ചത്, എടാ പൊട്ട, അപ്പുറത്തെ വീട്ടിലെ തൈരും ചോറും എനിക്ക് തിന്നാൻ പറ്റുന്നതാണ് ഇപ്പുറത്തെ വീട്ടിലെ മീനിൻ്റെ മണം കേട്ടപ്പോൾ വന്നത്. ഞാനോ എൻ്റെ പാട്ടിൽ തിന്നിട്ട് പോകണം, ഞാൻ എങ്ങനെയെങ്കിലും പൊക്കോളൂ. എനിക്ക് ഈ വീട്ടിൽ നിന്ന് ആ വീട്ടിൽ പോകാണ്ട് പിന്നെ എവിടെ പോയിട്ട് ഞാൻ കഴിക്കുക? ആ വീട്ടിലാണ് എന്നെ വളർത്തുന്നത്. അവിടെ ഇല്ലാത്തതുകൊണ്ട് ഈ വീട്ടിൻ്റെ മണം കേട്ടിട്ട് വന്നു. അപ്പോൾ അതൊന്ന് തിന്നിട്ട് പോകണം, എന്നെ നോക്കിയിട്ട് നീ അശുഭെന്ന് പറഞ്ഞ് നിൽക്കണ്ടോ? നിനക്ക് എന്ത് ബുദ്ധിയുള്ളത്? നീ മനുഷ്യനല്ലോ, ഒന്നും പൂച്ചയല്ലല്ലോ എന്ന് കേട്ടില്ലേ? എന്നിട്ട് പൂച്ച ഒരു ഗോഷ്ടിയും കാണിച്ചിട്ട്, അല്ല ഞാൻ എതേനെ പോകണം, എതേനെ എന്നിട്ട് പൂച്ച പിന്നീട് പൂച്ച ഞാൻ കുറച്ച് നേരം പോയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വീണ്ടും എന്താ പറയണറിയോ,
എടാ മനുഷ്യ, ഞാനിങ്ങനെ പോകുമ്പോഴേക്ക് നീ അവിടെ നിന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുപ്പിയിട്ടും കുടിച്ചിട്ടൊക്കെ പോയില്ലേ? അപ്പം നീയൊക്കെ പല ഭാഷ നടക്കുന്ന വഴി കൂടെ ഞാൻ എത്ര ഭാഷ അങ്ങനെ ചെയ്യേണ്ടി വരുന്നു, മനസ്സിലായില്ലേ? നിന്നെ ഉണ്ടാക്കിയ പഠിച്ചവൻ തന്നെ എന്നെ ഉണ്ടാക്കിയത്, നിനക്ക് എനിക്ക് എന്താണ്ട വ്യത്യാസം എന്ന്. പിന്നെ ആ പൂച്ച എന്നെ ആക്രമിക്കുന്നത് പേടിച്ചിട്ട് ഞാൻ ആ വഴിക്ക് വരുന്നവർ അപ്പുറത്തെ വഴി കൂടെ വരുന്നത്, മനസ്സിലായില്ലേ? ഇതൊക്കെ കാരണന്മാരുടെ ഒരു ദോഷമായ കാര്യങ്ങളല്ലേ? അല്ല, ഈ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ മനുഷ്യനാണ് വലുത് വന്നില്ല, അത് കുറുകെ പോയാൽ തെറ്റാണ്, ഇത് മുറുകെ വന്ന തെറ്റാണ്, പശുവിൻ്റെ കയറ് കെട്ടിണ്ടാവും കടന്നൊക്കെ അത് കടക്കരുത് പറയാം. അത് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താ അറിയോ? തടഞ്ഞു വീഴും, പശു ഒന്നില്ലെങ്കിൽ വട്ടം തിരിയും, നമ്മുടെ ശബ്ദം കേട്ടിട്ട് അപ്പോൾ നമ്മുടെ കാലിൽ ചുറ്റിയിട്ട് നമുക്ക് അപകടം സംഭവിക്കും. അതിനൊക്കെ അംഗീകരിക്കുക. പക്ഷെ ഇതിനെ അംഗീകരിക്കാൻ പറ്റുമോ? എന്തൊക്കെ ഗവേഷണങ്ങൾ നടത്തിയിട്ട് ഇതിനെപ്പറ്റി നമുക്കൊരു ഗവേഷണം നടത്തണ്ടേ? ഇനി നമ്മളൊക്കെ എത്തിപ്പെടുന്ന സമയത്ത് നമ്മുടെ ചെറിയ കുറ്റങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും എന്നൊക്കെ പറയില്ലേ? അവിടെ ഈ പൂച്ച വന്നിട്ട് നിൽക്കുകയാണ്. ഞാനിങ്ങനെ പോണ വഴിക്ക് അവിടുത്തെ കോടതിയിൽ പൂച്ച പറയാണ്, ഇയാൾ നിന്നിട്ട് അപ്പുറത്ത് തുപ്പിയിട്ട് ഇപ്പുറത്ത് തുപ്പിയിട്ട് തലയിൽ വെള്ളാക്കിയിട്ടൊക്കെ പോയി, ഇത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ പടച്ചോനൊരു ചോദ്യം ചോദിക്കും, പടച്ചോനോ ദൈവം ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കും, ഞാൻ ഉണ്ടാക്കിയ പൂച്ച നിനക്ക് ഇത്ര പുച്ഛയാണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അതിന് പൂച്ച എന്ന പേര് വെച്ച ദൈവ നമ്മൾ മനുഷ്യർ, മനസ്സിലായില്ലേ? നമ്മളെ സൃഷ്ടിച്ച പോലെ തന്നെയല്ല ഇതിനെ സൃഷ്ടിച്ചത്. അപ്പോൾ അതിനോട് നമ്മൾ കാണിക്കുന്ന അനീതിയല്ലേ? ഇപ്പോൾ ബോഡി ഷേമിങ് കാണിക്കാൻ പാടില്ല പറയും, നിറത്തിനെ പറ്റി പറയാൻ പറ്റില്ല എന്ന് പറയും, മൃഗത്തിനെ പറ്റി എങ്ങനെ പറയും? അതൊരു ജീവിയല്ലേ? അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യന് ദോഷം വരുന്ന ഒരു കാര്യം മനുഷ്യൻ പറയാൻ പാടില്ല. പക്ഷെ മൃഗം അതിനെ ചോദിക്കാൻ കോടതിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് വേണേലും പറയാലമ്മ. തെറ്റാണോ ശരിയാണോ? അപ്പോൾ കാരണന്മാർക്കും തെറ്റ് പറ്റുമോ? ഇപ്പം അമ്മയ്ക്ക് പറ്റിയൊരു തെറ്റിനെ പറ്റി ഞാൻ പറയട്ടെ. അമ്മ മിനിഞ്ഞാന്നൊരു സ്ഥലം വരെ പോവുകയാണെന്ന് നമ്മുടെ യൂട്യൂബ് ഫാമിലിക്കാരുടെ അടുത്ത് ഭയങ്കര ആഘോഷമായിട്ടൊക്കെ പറഞ്ഞിട്ടൊക്കെ പോയ അമ്മേനോട് ചിലർ മെസ്സേജ് അയച്ചു. പോയി വന്നിട്ട് അമ്പുക്കുട്ടി, അമ്പു ചേച്ചി, അമ്പു അമ്മ, ഞങ്ങൾക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയൂ എന്ന് പറഞ്ഞു. ഇന്നലെ അതിൻ്റെ വിശേഷമൊന്നും പറയാണ്ട് അമ്മ വേറെ വീഡിയോ ഇട്ടു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അമ്മ പറയണോ വേണ്ടേ? നമ്മൾ പോവാന്ന് യാത്ര പറഞ്ഞ് പോയതിന് ശേഷം തിരിച്ചു വന്നിട്ട് പോയ സ്ഥലം എങ്ങനെയുണ്ടായിരുന്നു, എന്തായിരുന്നു പറയണോ വേണ്ടേ? എനിക്കന്ന് വന്നപ്പോ ഭയങ്കര തലവേദനയായിരുന്നു വന്നിട്ട്. അതിന്റെ പിറ്റേ ദിവസം ഞാൻ വീഡിയോ ഇടാൻ വന്നപ്പോൾ കുറച്ച് തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ പറയോ ഇല്ല? നിന്റെ കലകല വായാടിത്തരത്തിന് മുമ്പിൽ ഞാൻ പറയേണ്ടത്. പിന്നെ അമ്മ അത് പറയോ പറയില്ല എന്ന് ഒരു ദിവസം കൊണ്ട് നോക്കിയിട്ട് പറയിച്ചിട്ടാണ്. യാത്ര പോകുമ്പോ പോയിട്ട് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി വന്നിട്ട് അതിന്റെ വിശേഷം കൂടി പറയണം. പോട്ടെ, അവിടെ പോയിട്ട് ഒരു വീഡിയോ പിടിക്കാന്ന് പറഞ്ഞപ്പോ എന്തുകൊണ്ട് അമ്മ സമ്മതിച്ചില്ല? അത് ശരിയല്ല, എന്താ അവര് ചീത്ത പറയോ? നല്ല എന്താ പറയാ സംസ്കാരം അങ്ങനത്തൊക്കെയുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ സംസ്കാരം ഇല്ലാത്ത ആൾക്കാരെന്ന് പറയണേ. മുസ്ലിംസിന്റെ ഒരു 5 നേരം നിസ്കരിക്കുക, തട്ടം ഉണ്ടാവും തലേന്ന് തട്ടം ഇങ്ങനെ ഇട്ടിട്ടല്ലേ, അവർക്ക് അങ്ങനെയൊക്കെയുള്ള രീതിയുണ്ട്. അവരെ വീട്ടിൽ പോയിട്ട് നമ്മൾ വീഡിയോ പിടിക്കാൻ പാടില്ല. ഒന്നാണ് അവരങ്ങനെയല്ലേ, ഒരുപാട് ഇങ്ങനെ എന്താ പറയാ ഒരുപാട് രീതിയിൽ തന്നെ ജീവിക്കുന്ന ആൾക്കാരാണ് കുറച്ച്. പക്ഷെ നല്ല സ്നേഹമാണ് അങ്ങനെ. പക്ഷെ ആ ഒരു ഇതിൽ അവർ മുറുകെ പിടിച്ചിരിക്കുമ്പോൾ നമ്മളവിടെ പോയിട്ട് വീഡിയോ പിടിക്കുക, അതൊന്ന്. രണ്ടാമത്തത് മനസ്സ് തുറന്ന് സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് നമ്മളെ കാണണം എന്ന് പറഞ്ഞിട്ട് നമ്മളും അവരെ കാണാൻ പോയിട്ട് ആ സ്നേഹം അതൊക്കെ പങ്കിടുന്നതിന്റെ ഇടയിൽ വന്നിട്ട് ഈ ഒരു വീഡിയോ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ അതിൽ എന്തോ ഒരു എനിക്ക് അത്രയ്ക്ക് ഒരു അമ്മ പറയാമെന്ന് ഞാൻ പറഞ്ഞുതരാൻ വരുന്നത് എന്താ അതിന്റെ ഉദ്ദേശം അറിയോ? നമ്മൾ പ്രകടിപ്പിക്കുന്ന സ്നേഹത്തെ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് അവരുടെ കഥകളൊക്കെ പറയാം, ഇന്ന സ്ഥലത്ത് പോയി ഇന്ന രീതിയിൽ ഉണ്ടായെന്ന് പറയാം. പക്ഷെ അവർ തരുന്ന ഭക്ഷണത്തിന് അവരിനൊക്കെ നമ്മൾ നിർബന്ധമായി, ചിലപ്പോൾ അവർക്ക് ഇഷ്ടമുണ്ടാവില്ല, നമ്മൾ നിർബന്ധികമായിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഇവരിൻ്റെ ഒന്ന് ആവശ്യം നേടാൻ വേണ്ടി വന്നതാണെന്നുള്ളത് തോന്നുന്നത് അവരുടെ മനസ്സിൽ ചിലപ്പോൾ ഇപ്പോൾ ഫോർ പണ്ടത്തെ ഒരു യൂട്യൂബർ ആയതുകൊണ്ട് അതിൻ്റെ ഒന്ന് മുതലെടുക്കാനും കൂടി വന്നാണെന്നൊരു തോന്നൽ അവരുടെ ഉള്ളിൽ വരും. ഫോർ എക്സാമ്പിൾ ചിലർ ഒരിക്കലും ഒരു പിച്ചക്കാരന് 10 പൈസയും കൂടി ഇടാത്ത ചില ആൾക്കാർ നേരെ പോയിട്ട് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടാൻ വേണ്ടിയിട്ടോ എന്തിനേലും വേണ്ടിയിട്ട് പിച്ചക്കാർ ബിരിയാണി പാക്കറ്റ് മേടിച്ച് കൊടുത്തിട്ട് മിനറൽ വാട്ടർ മേടിച്ച് കൊടുത്തിട്ട് അതിൻ്റെ അടുത്ത് തൊട്ട് തോളിൽ ചിലപ്പോൾ തലയും വെച്ച് ചിലപ്പോൾ അയാളുടെ തലയെടുത്ത് അയാളുടെ മടിയിലും വെച്ചൊക്കെ ഫോട്ടോ പിടിക്കും. എന്തിനാണ്? ലൈക്സ് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അതുകൊണ്ട് അവരുടെ വീട് എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ട് തൊട്ടേ അറിയാലോ അവരുടെ വീട്ടിലെ സംസ്കാരം. അനുവാദമുണ്ടെങ്കിൽ അവർ നമ്മളെ പോലെ തന്നെ ജോലിയായിട്ടുള്ള മെന്റാലിറ്റി എന്ന് വെച്ചാൽ ജോലി മെന്റാലിറ്റി അങ്ങനെ തെറ്റല്ല ഞാൻ പറയണത്. അവർ ഇതിനൊക്കെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നീ ഇങ്ങനെ ഒന്ന് ആണല്ലോ, വാ നമുക്ക് ഒരുമിച്ച് എല്ലാവരും ഒന്ന് കാണാന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാം. പഴയ കാലത്ത് ഉമ്മയല്ലേ അവര്? അവര് ടിവിയും കൂടി കൂടുതൽ കാണില്ല ഉമ്മ എന്നാ തോന്നണല്ലേ? ഇതിന്റെയൊക്കെ സമയമില്ലേ, നോലുമ്പിന്റെ സമയമോ ആ സമയത്തൊന്നും അവര് ഒന്നും കാണില്ല. അവര് മാത്രല്ല അല്ലാത്ത സമയത്തും അവര് അതൊക്കെ ഒത്തിരി കുറവാണ് അവര്. പിന്നെ കല്യാണം കഴിച്ചു കൊടുത്ത പെൺകുട്ടികളൊക്കെ ഇല്ലേ, അവരൊക്കെ അടിപൊളിയാണ്. കുറച്ച് അങ്ങനെ
തലേന്ന് കട്ട ഒരു അപ്പം ഒരു ചീത്ത തലേന്ന് കട്ടം കട്ടില്ല. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അവരുടെ വീട്ടിൽ പോയി നമ്മളിങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലേ? അത് ശരിയല്ലേ? പിന്നെ അവിടെ വീട്ടിലത്തെ വിശേഷമൊക്കെ പറയും. വിശേഷം അവിടെ ഞങ്ങൾ പോയി. എന്താ ഒരു സന്തോഷം അറിയോ ഉമ്മ. ഓ ഉമ്മയൊന്നും വേണ്ട, അമ്മ പറഞ്ഞാൽ മതി. അല്ല ആ അമ്മേ അമ്മ അങ്ങനെ പറയും. അപ്പൊ അവര് എന്തൊരു സന്തോഷാണ്. ഓടി വന്ന് കവളത്തൊക്കെ ഉമ്മ അതെന്നുള്ളതല്ലേ പതിവുള്ളതല്ലേ. എത്ര ഉമ്മയാണ് കവളത്തൊക്കെ ഉമ്മ. ഇതിനെക്കാളും അവന്റെ ഓർക്കണ ഒരു കാര്യം ഞാൻ അമ്മേനടുത്ത് അങ്ങോട്ട് പറഞ്ഞു തരട്ടെ. ആ കാലിനൊന്നും ഒരു നടക്കാൻ അത്ര വയ്യ, കാലിന് നീര് വന്നിട്ട് നടക്കാൻ പറ്റില്ല. അപ്പൊ ആ വടിയും കുത്തിരി ഒരു ദിവസം രാത്രി അതെന്തോ വെച്ചു എന്ന് പറഞ്ഞിട്ട് ഇറച്ചിയോ മീനോ എന്തോ വെച്ചു പറഞ്ഞിട്ട് അതൊരു പാത്രത്തിലാക്കിയിട്ട് ആ രാത്രി നേരത്തെ ആ വാപ്പ അവിടെ ഇല്ല, മക്കളാരും അവിടെ ഉണ്ടാവാറില്ലല്ലോ. രാത്രി ആകുമ്പോൾ എല്ലാവരും പോവും, പിന്നെ പിറ്റേ ദിവസം രാവിലെ വരും. വാപ്പാപ്പയ്ക്ക് നല്ല ആരോഗ്യമൊക്കെ ഉള്ളത് കൊണ്ട് ആരും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവിടെ നല്ല ഹെൽത്തി അല്ലേ എപ്പോഴും. അപ്പോൾ ഈ വടിയും പിടിച്ചിട്ടും എല്ലാ രാത്രി നേരത്തെ വന്നിട്ട് ബെല്ലടിച്ചിട്ട് തുറന്നു നോക്കുമ്പോൾ അന്തം വിട്ട് പോയാലമ്മ ഈ ഉമ്മ അവിടെ നിൽക്കുകയാണ് അല്ലേ. ഇത്രയും പ്രായത്തിൽ അത് തരാണ്ട് അമ്മയ്ക്ക് തരാണ്ട് അവർക്ക് കഴിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അത്രയ്ക്ക് സ്നേഹം. പറയുമ്പോൾ അവർക്ക് 5 പെണ്ണും 3 ആണുണ്ട്, പിന്നെ 4 ആണുണ്ടോ? അല്ല 3 ആണ്. അവരൊക്കെ ഗൾഫിലാണ് മക്കളാണ് മക്കള്. അപ്പൊ അവര് അത്രയൊക്കെ മക്കളുണ്ടെങ്കിൽ കൂടി ഞാനത് പറയില്ല, ഒരുപാട് മക്കളുണ്ടെങ്കിൽ മറ്റുള്ളവർ അത് വെറുതെ ആണ് കണ്ടോ. അയ്യോ അങ്ങനെയൊന്നുമില്ല, അത്രയ്ക്ക് സ്നേഹമാണ്. ഇന്നലെ കണ്ടില്ലേ നീ? നിനക്ക് അസൂയ തോന്നിയില്ലേ? എന്താ അല്ല അമ്മ ഒരു ചെറിയ കുട്ടിയായി മാറിയ അവിടെ അല്ലേ. എനിക്ക് അസൂയല്ല തോന്നി, സന്തോഷം തോന്നി. ഇങ്ങനെ ഒരു കുറച്ച് കുടുംബം കൂടി ആൾക്കാരും കൂടി എൻ്റെ അമ്മയ്ക്ക് കിട്ടി. കുടുംബം തന്നെ പറയാം എന്ന് വെച്ചാൽ കുടുംബം എന്ന് പറയുന്നത് ഞാൻ എന്നും പറയും, ഇന്നും പുതുതായിട്ട് പറയല്ല, എന്നും പറയാം രക്തബന്ധം അത് ഇത് ജാതി ഗീതിയൊക്കെ വെറുതെ വേസ്റ്റാണ്. യഥാർത്ഥ ബന്ധം എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ അതിനേക്കാളും വലിയൊരു ബന്ധം ഈ ലോകത്തില്ല. ഇപ്പം ഇവർ നമ്മൾ വേറെ ഇതിൽ ജനിച്ചിട്ടുണ്ടാവുക, വേറെ വേറെ ദൈവങ്ങളിൽ പ്രാർത്ഥിക്കുന്നുണ്ടാവുക, പക്ഷേ അവിടെ അമ്മയും മകളിനെയാണ് ഞാൻ കണ്ടത്. അവിടെ കണ്ട നിസ്വാർത്ഥമായ ഒരു അമ്മേനെയും നിസ്വാർത്ഥമായ എൻ്റെ അമ്മയെ ഒരു മകളെ പോലെയുള്ള അവന് ഇതൊക്കെ കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു പോയി. ഒന്നാമത് എനിക്ക് പ്രായം ചെന്ന ആൾക്കാർ ചെറിയ കുട്ടികളൊക്കെ ഭയങ്കര മനസ്സുകൊണ്ട് ഭയങ്കര സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ടും, പിന്നെ ഉമ്മേനെ കണ്ട സ്നേഹിക്കാത്ത ആരും ഉണ്ടാവില്ല. ഭക്ഷണത്തിന് നാടൻ കോഴി നെയ്ച്ചോറ്, പിന്നെ നെയ്ച്ചോറ്, ആട്ടിറച്ചി വരട്ടിയത്, പിന്നെ പത്തിരി, പിന്നെ എന്നും എൻ്റെ വീട്ടില് പിന്നെ ഒരു സന്തോഷം എന്താ പറഞ്ഞാൽ അമ്മേനെ പോലെയല്ല, കഴിയുമ്പോൾ മേടിച്ചു വെക്കലല്ല. അവൻ്റെ വീട്ടിലെ ഫ്രിഡ്ജിൽ എപ്പോഴും ഇറച്ചിയും മീനും സ്റ്റോക്ക് ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് ഒരു ഫ്രിഡ്ജിൽ ഫുള്ള് ഇറച്ചിയും മീനാണ്. ആ ഒരു ഫ്രിഡ്ജ് മീൻ വെച്ചിട്ടുണ്ടാവില്ല, അടുത്ത മീൻകാരൻ വന്ന് അതും മേടിച്ചു വെക്കും. അത് എന്തിനാ അങ്ങനെ മേടിച്ചു വെക്കണം? പിന്നെ അവർ വരുമ്പോഴൊക്കെ ഓരോ മക്കളും എല്ലാം അവർക്ക് മീനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. മീൻ എല്ലാ മീനുകളും ഉണ്ടാവും. എന്തെങ്കിലും അയ്യോ ഒന്നും മീൻകാരൻ വന്നില്ല എന്ന് പറഞ്ഞാൽ മീൻകാരൻ എന്തിനാ നോക്കി നിൽക്കുന്നത്? ഫ്രിഡ്ജിൽ പോയിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഏത് മീനാണ് ഇഷ്ടപ്പെടുന്നത്? എല്ലാ മീനും ഉണ്ടല്ലേ. അത് ഇന്നല്ലല്ലോ, നമ്മൾ അന്ന് തൊട്ട് കാണുന്നതല്ലേ. നമ്മൾ ചിലപ്പോൾ പറയില്ല ഇപ്പൊ ഒരു ഇന്നലെ ഒരു മീൻകാരൻ വന്നാവുള്ളൂ, അവരുടെ വീട്ടിൽ മീൻ വെച്ച അമ്മയ്ക്ക് കിട്ടുമല്ലോ. അപ്പൊ മീൻ വെച്ചിട്ടില്ല, പിന്നെന്തിനാ അവര് വീണ്ടും മീൻ മേടിക്കണം? മീൻകാരന് വിഷമാവും. വീട്ടിന്റെ അടുത്ത് പോണ വരെ ദൈവമേ എനിക്ക് മീൻ വെക്കേണ്ട ആവശ്യമില്ല, എന്നും മീൻകറി മീൻ വറുത്തതും അത് എല്ലാ ദിവസവും ആ കൂട്ടായിട്ട് വീട്ടിലെത്തും ചെയ്യും. പിന്നെ മീൻ മേടിക്കണം എന്തിനാ ഞാൻ പാവ ആ ഉമ്മയൊന്നും ഇതൊന്നും കാണില്ല, യൂട്യൂബൊന്നും കാണണ്ടാവില്ല. അവര് ആരെങ്കിലും കാണുമെന്ന് അറിയില്ല, അവരൊന്നും കാണില്ല അങ്ങനെ. അപ്പൊ അവിടെ പോയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അയ്യോ പറയുന്നില്ല. യഥാർത്ഥത്തില് സ്നേഹമായാലും ഇടയ്ക്കിടയ്ക്ക് നോക്കുക, എന്താ അമ്മ എന്നെ മറക്കുക? അതല്ല ഞാൻ നോക്കിയത്, അങ്ങനെയല്ല ഞാൻ നോക്കിയത്. ഞാൻ നോക്കിയത് എന്താ അറിയോ, അമ്മയ്ക്ക് ഇങ്ങനെ ഒരു വീട് എപ്പോഴും കിട്ടിക്കഴിഞ്ഞാൽ അമ്മയുടെ വയസ്സൊന്ന് ചുരുങ്ങി വരികയുള്ളത് ഒന്ന്. രണ്ടാമത് അമ്മയില്ലാത്തവരെന്നും എത്ര വയസ്സായാലും അനാഥ കുഞ്ഞുങ്ങളെ പോലെയാണ്, മനസ്സിലായില്ലേ? എൻ്റെ അമ്മ ഒരു അനാഥ കുഞ്ഞാണ്. എത്ര സഹോദരന്മാരുണ്ടായിട്ട് എന്ത് കാര്യം, സഹോദരന്മാരുണ്ടായിട്ട് എന്ത് കാര്യം? അമ്മയ്ക്ക് അച്ഛനും തുല്യാവുമോ? ഈ ലോകത്ത് എന്തെങ്കിലും അമ്മയ്ക്ക് അച്ഛനും ബാക്കി വയ്ക്കാൻ പറ്റുമോ? എല്ലാവരും സ്വഭാവം ഒരു ദിവസം മാറും, ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ ഒരു വാർദ്ധക്യകാലം വരുമ്പോൾ ബാക്കി എല്ലാ ബന്ധങ്ങളുടെ സ്വഭാവം മാറിയിട്ട് വളരെ ചുരുക്കം കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അത് ഏട്ടനാണ്, ഇത് അനിയനാണ്, അത് അനിയത്തിയാണെന്ന് പറയണവരൊക്കെ. അല്ലാത്തവരെല്ലാവരും മിക്കവാറും മാറിപ്പോൾ. ഒരു കാലത്ത് മാറാത്ത ഈ ലോകത്ത് 2 ആൾക്കാരുള്ള അച്ഛനും അമ്മയാണ്. അവർ ജീവിച്ചിരിക്കുമ്പോഴും മാറില്ല, മരണശേഷം അവരുടെ ആത്മാവുണ്ടെങ്കിലും മാറില്ല. അങ്ങനെയുള്ളപ്പോൾ ഈ ഉമ്മേനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അമ്മയ്ക്ക് അമ്മയില്ലാത്ത ഒരമ്മയാണ്. അമ്മയില്ലാത്ത അമ്മ എത്ര വയസ്സായാലും, ഇന്ന് എൻ്റെ അമ്മയായാലും അമ്മയ്ക്ക് ഞാനുണ്ടെങ്കിലും എൻ്റെ അനിയനുണ്ടെങ്കിലും അമ്മയും അച്ഛനും ഇല്ലാത്ത എല്ലാ കുട്ടികളും അനാഥ തന്നെയാണ്. അമ്മേനെ കുട്ടി തന്നെ വിളിക്കാനുള്ള കാര്യത്തിൽ അച്ഛനും അമ്മയ്ക്കും കുട്ടിയാണല്ലോ അമ്മ, ആ കുട്ടികളൊക്കെ അനാഥ തന്നെയാണ്. അങ്ങനത്തെ ആൾക്കാർക്ക്
അമ്മയുടെ സ്നേഹം നൽകാൻ ഒരാൾ വന്നാൽ അതിനേക്കാളും വലിയ സൗഭാഗ്യമില്ല. ഒരു ദിവസം കൊണ്ട് എത്രയോ വയസ്സിൻ്റെ പ്രായം കുറഞ്ഞ പോലെ ഒരു ഫീല് നമുക്ക് വരും. നമ്മുടെ കുട്ടിത്തം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു വരും. മനസ്സിലായില്ലേ? അതാണ് ഈ ലോകത്ത് ആത്മാർത്ഥമായിട്ട് സ്നേഹം കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മൾ ഈ വിചാരിക്കും നമ്മുടെ രക്തബന്ധത്തിൽ മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ അവർ സ്നേഹിക്കാത്തത് കൊണ്ട് ഞങ്ങൾക്ക് വിഷമമായി, ഇവർ സ്നേഹിക്കാത്തത് കൊണ്ട് ഞങ്ങൾക്ക് വിഷമമായി, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർക്കുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ്. ആരും സ്നേഹിക്കാത്തത് കൊണ്ട് ആരും ഈ ഭൂമിയിൽ ഒരു നരകം അനുഭവിക്കേണ്ട. ഇതുപോലെ നല്ല ആൾക്കാർ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. അതുപോലെ നല്ല മനസ്സുള്ള ആൾക്കാരെ കണ്ടുമുട്ടുക എന്നുള്ളൊരു സൗഭാഗ്യമാണ്. നല്ല മനസ്സുള്ള ആൾക്കാരെ കണ്ടുമുട്ടാൻ തലയിലെടുത്ത് നന്നായിരിക്കണം. അതിങ്ങനെ ഒരു ഉമ്മേനെ കണ്ടുമുട്ടില്ല. അതുപോലെ ഒരുപാട് നന്മയുള്ള ആൾക്കാർ ഇത് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ വീണ്ടും പറയുന്നില്ല. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ജാതിയുണ്ടോ മതമുണ്ടോ, നമ്മുടെ ആൾക്കാരാണോ, നമ്മുടെ ചോരയാണോ, നമ്മുടെ ബന്ധമാണോ, നമ്മുടെ ചോരയാണോ ചോദിക്കുമ്പോൾ ഇപ്പോൾ ആൾക്കാർ പറയില്ലേ, അത് എൻ്റെ മകനാണ്, എൻ്റെ ചോരയാണ്, ഇതെൻ്റെ അനിയനാണ്, എൻ്റെ ചോരയാണ്. ഇതൊന്നും അല്ലാത്ത എത്ര കഥാപാത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്നുണ്ട്. അവരൊന്നും നമ്മുടെ ആരും അല്ലാതെ നമ്മുടെ ആരൊക്കെയായി മാറിയിട്ടില്ലേ? അങ്ങനെ ഒരു സന്ദർഭങ്ങൾ നമ്മുടെ ഉണ്ടായില്ലേ? ഇതിനേക്കാൾ മുമ്പ് വീഡിയോ നമ്മളത് പറഞ്ഞില്ലേ? അപ്പം എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിച്ച കാലം ഓരോരുത്തർ അനാഥരാവണതാവുന്നില്ല. സ്നേഹം നൽകുന്ന തിരിച്ചറിയാൻ സാധിക്കുമെങ്കിൽ, സ്നേഹം തിരിച്ചു കൊടുക്കാൻ സമ്പൂർണ്ണമായ പരിശുദ്ധമായ മനസ്സ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു മനുഷ്യനും അനാഥരായിട്ട് ഭൂമി പോകുന്നില്ല. അപ്പോൾ നമുക്കൊരു ചിന്തയുണ്ടല്ലോ ഇടയ്ക്ക്, അച്ഛനെ ഓർത്ത് കരയണം. തെറ്റ് ഞാൻ പറയുന്നില്ല. അച്ഛൻ്റെ മെമ്മറി ഒന്നും ചിന്തിക്കാത്ത ഒരു മക്കളാണ് ഞാൻ പറയില്ല. ഇപ്പം മാത്രമല്ല, അവർ പോയപ്പോഴും അച്ഛൻ ഒന്ന് വിചാരിക്കാത്ത ഒരു മക്കളും മക്കളെ അല്ല. അവർ നമ്മൊപ്പം ഇല്ലാന്ന് പറഞ്ഞിട്ട് അവരെ മറന്നു എന്ന് പറയണമെന്നൊന്നും ഒരു അർത്ഥമല്ല. നമ്മുടെ ജന്മം ഈ ഭൂമി വിട്ട് പോകണവരെ അവർ നമ്മൾ ഓർക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചില സൗഹൃദങ്ങൾ ഈ ഭൂമിയിൽ കിട്ടും. അവിടെ അച്ഛനമ്മയുടെ സാന്നിധ്യം അവിടെ വന്ന് നിറയും. ഇങ്ങനെയുള്ള ഓരോരുത്തരുടെ ഉള്ളിൽ ആ നിമിഷം ഏതാണ്ട് ഒരു സെക്കൻഡ് നമുക്ക് തോന്നിപ്പോവും, ഞങ്ങളുടെ അമ്മ തന്നെയാണോ അവനുള്ളിൽ വന്നിരിക്കുന്നത് അല്ലേ? അങ്ങനെയൊക്കെ നമുക്ക് തോന്നല് വന്നില്ലേ? നിൽക്കായിരുന്നു അമ്മയ്ക്ക്, ഞാനും അച്ഛനും കൂടെ വന്നേനെ. എന്താ കുഴപ്പമൊന്നുമില്ല, ഒരു ദിവസം പോയി നിന്നോ കേട്ടാ. അപ്പോൾ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായില്ലേ? സ്നേഹബന്ധം എന്ന് പറയുന്ന ആ പവിത്രമായ ബന്ധത്തിന് എത്ര അർത്ഥങ്ങളുണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ എത്രയോ ആൾക്കാർ അമ്മയില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ചിലർക്ക് അമ്മയാവാൻ കഴിയണം. അല്ല, എത്രയോ പേര് അമ്മയില്ല പറഞ്ഞിട്ട് ജീവിക്കുന്ന. തീർച്ചയായിട്ടും അതൊക്കെ വളരെ വളരെ റെയറാണ്. അമ്മ കഴിക്കാൻ പറയണ്ട, ഇരിക്കാൻ പറയണ്ട മാത്രമല്ല അമ്മ, നമുക്ക് ഇരിക്കാൻ അവിടെ ഇത്ര നേരം റെസ്റ്റ് എടുക്കാൻ ആ ഉമ്മേൻ്റെ അടുത്ത് എന്ത് സ്വതന്ത്രമായിട്ട് പറയാനുള്ള അധികാരം നമുക്ക് ഉണ്ടാവണം. അതല്ലാണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് പറയണോ വേണ്ടേ, ആ ചമ്മൽ വരുന്ന ഇടം നമ്മുടെ ഇടമല്ല. അതൊക്കെ എത്ര പെട്ടെന്ന് കഴിഞ്ഞു അല്ലേ? അച്ഛനുള്ള ലുങ്കിയും കിട്ടി. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചടപടാന്നായി അവിടെ. അതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇവിടുന്ന് പോക്കുണ്ടാവില്ല. അതെ അതെ. അപ്പോൾ അതൊക്കെ ഇട്ട് വേഗം പോയിട്ട് വേഗം സാരി മാറി, പിന്നെ വൈകുന്നേരം ആകുമ്പോൾ വെയിൽ കഴുകി ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഇങ്ങോട്ട് വരിക. അതൊക്കെ നല്ല ഒരു ഇതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്നേഹം എന്താണെന്ന് എവിടെയും കഴിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ലൊരു മനസ്സ്, നമ്മുടെ ചിലർക്ക് അമ്മയാവാൻ കഴിഞ്ഞ, അമ്മയില്ലാത്ത ചില മക്കൾ അമ്മയെന്ന് വിളിക്കുമ്പോൾ അവർക്ക് അമ്മയാവാൻ കഴിഞ്ഞ, മക്കളില്ലാത്ത ചിലർ മകനേന്നോ മകളേന്നോ വിളിക്കുമ്പോൾ അവരുടെ മക്കളാവാൻ കഴിഞ്ഞ, അതങ്ങനെ വർത്തമാനം കൊണ്ടല്ല, മനസ്സുകൊണ്ടാവാൻ കഴിഞ്ഞാൽ നമ്മുടെ ലോകത്തൊരിക്കലും അനാഥരാവില്ല. നല്ല ഐശ്വര്യം. അപ്പോൾ അമ്മയൊക്കെ ഇരിക്കും പോലെ തന്നെ. അല്ല, അമ്മയ്ക്ക് അത്ര വയസ്സായെന്നല്ല, അത്ര വയസ്സായാലും എൻ്റെ അമ്മ അങ്ങനെ ഉണ്ടാവുമല്ലോ എന്ന് പറയാണ്. ഉണ്ടാവില്ലേ? അതുമല്ല, എല്ലാം ഒരുമിച്ച് കിട്ടില്ല. ഇപ്പൊ അമ്മയ്ക്ക് ഇത്ര അഹങ്കാരമുണ്ട്. ഇപ്പൊ അമ്മയ്ക്ക് സ്വഭാവമൊക്കെ നല്ലതാണ്. ഒത്തിരി അഹങ്കാരം കൂടി അമ്മയ്ക്ക് ഇല്ലാണ്ടായ അമ്മയ്ക്ക് എന്താ കുറവ്? ഈ മല്ലിയില അവസാനം ഇവിടെ ഇട്ട് കൊടുക്കണം. ഈ പച്ചമുളക് ഇതിട്ട് കൊടുക്കും. ഞാൻ പറഞ്ഞത് കേട്ടില്ല അമ്മ? കഴിഞ്ഞിട്ട് പറയാം. ആഹാ, അതിന് നല്ല മണം. അടിപൊളി അടിപൊളി. അങ്ങനെ എത്ര നേരം വേണം ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ കണ്ട സൂപ്പർ അമ്മ, സൂപ്പർ. അടിപൊളി അടിപൊളി. മണപ്പം അവർക്ക് കേൾക്കാൻ പറ്റില്ല, പക്ഷെ ഇവിടെ നമുക്ക് അല്ലേ ശരിക്കും ബിരിയാണിയെക്കാളും നല്ല അടിപൊളി. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടില്ല. കുറച്ച് എല്ലാം റെഡിയാക്കി വെക്കണം, അത്രേ ഉള്ളൂ. അതിപ്പോൾ എന്താ, ഇത്തിരി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എപ്പോഴും ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, അരച്ച് വെച്ചിട്ടുണ്ടാവും. പിന്നെ ഒക്കെ ഒന്ന് അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് ഇതാവും.
അപ്പോൾ സന്തോഷമായി ഒരു ദിവസം. അങ്ങനെ തന്നെ എല്ലാവരുടെ ജീവിതത്തിലും ഇങ്ങനെ ഒരു നല്ല നല്ല ആൾക്കാരെ എല്ലാവർക്കും കിട്ടട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അതെ, നമ്മൾ ചിലരുടെ മക്കളാവുമ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ടാവുക, ചിലരെ നമ്മുടെ അമ്മയായി ഉമ്മയായി സ്വീകരിക്കുമ്പോൾ മനസ്സോടെ അവരെ സ്വീകരിക്കുക. എന്നാൽ തീർച്ചയായിട്ടും അമ്മയില്ലാത്തവർക്ക് അമ്മയുണ്ടാവും. അതിൻ്റെ അവര് നമ്മളെ 10-82 വയസ്സായി ഇവര് നമ്മളെ സ്നേഹിക്കാനും ഒരു ചെറിയ കുട്ടിയെ പോലെ ഉമ്മ വയ്ക്കാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ ആണോ നമുക്ക് ഉറപ്പായിട്ടും. ആ ഒരു കുട്ടിത്തെ നമ്മുടെ മുഖത്തിപ്പോൾ കാണാണ്ട്. ഇപ്പൊ ശരിക്കും പാർലിജയുടെ അല്ലെങ്കിൽ അമൂലിൻ്റെയൊക്കെ പരസ്യത്തിന് പോകാം അമ്മയ്ക്ക്. ഇല്ലമ്മ ഒരു കുട്ടിത്തെ വന്നിട്ടുണ്ട് അമ്മയ്ക്ക്, സത്യമായിട്ടും. അത് അവിടെ പോയതിൻ്റെ എഫക്റ്റ് ഒരു ദിവസം കഴിഞ്ഞിട്ട് വരികയാണു അല്ലേ. ഇന്നലെ വരണ്ടായിരുന്നു, ഇന്നലെ കുട്ടിത്തണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നത് ഓർത്തപ്പോൾ ഒരു കുട്ടിത്തം വന്നു. ഇന്നലെ അമ്മയ്ക്ക് എത്രത്തോളം നമ്മുടെ ആൾക്കാരെ അമ്മ സ്നേഹിക്കേണ്ടതെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ മറന്നു. ഞാൻ മെസ്സേജ് കണ്ടപ്പോഴേ എനിക്ക് തന്നെ ഓർമ്മ, വിശേഷം പറഞ്ഞില്ലല്ലോ. വിളിക്കില്ലേ? ഞാനൊരു സലാഡൊക്കെ ഉണ്ടാക്കി. ഇനിയിപ്പോ നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഇതിന്റെ കൂടെ ഉണ്ടാക്കി തരാം കേട്ടോ. അപ്പൊ ഓക്കെ, ബൈ.